തമിഴ്നാട്ടിൽ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങി ടി.വി.കെ സർക്കാർ. മന്ത്രിമാരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനഃസംഘടിപ്പിക്കുന്നത്. ചില മന്ത്രിമാരെ ഒഴിവാക്കുമെന്നാണ് സൂചന. വിവാദത്തിൽപ്പെട്ട മന്ത്രിമാരെ ഒഴിവാക്കുകയും പ്രകടനം മോശമായ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മാറ്റം വരുത്താനുമാണ് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ് ആലോചിക്കുന്നത്. അണ്ണാ DMKയിൽ നിന്ന് രാജിവെച്ച സി വിജയഭാസ്കറും MR വിജയഭാസ്കറും മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് ശേഷമായിരിക്കും തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ലഹരി ഉപയോഗിച്ചെന്ന പേരിൽ വീഡിയോ പ്രചരിച്ച വിവാദത്തിലായ മാനവവിഭവശേഷി മന്ത്രി D. ശരത് കുമാർ, ടി.വി.കെ നേതാവിനെ ഭീഷണിപ്പെടുത്തിയ വിവാദത്തിലെ സാമൂഹ്യക്ഷേമ മന്ത്രി കെ. ജഗദീശ്വരി, വകുപ്പിലെ വിവിധ ഇടപെടലുകളിലൂടെ വിവാദത്തിലായ ഗതാഗത മന്ത്രി വിജയ് തമിഴൻ പാർത്ഥിബൻ, കരാക്രമക്കേട് ആരോപണം നേരിടുന്ന ഖനന മന്ത്രി T.K. പ്രഭു എന്നിവരെ പുറത്താക്കും. പോക്സോ ആരോപണത്തിൽപ്പെട്ട കോൺഗ്രസിന്റെ മന്ത്രി P. വിശ്വനാഥനും പുറത്തായേക്കുമെന്നും സൂചനയുണ്ട്. പ്രവീൺ ചക്രവർത്തിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനാൽ കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം തിരിച്ചെടുക്കാൻ ചർച്ച നടക്കുന്നുണ്ട്. ടി.വി.കെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാരായ S. കമാലി, S. കീർത്തന എന്നിവരുടെ വകുപ്പുകളിൽ മാറ്റം വന്നേക്കും. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് S. രാജേഷ് കുമാറിനെ ടൂറിസത്തിൽ നിന്ന് മാറ്റി പ്രാധാന്യമുള്ള വകുപ്പിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ മന്ത്രിസ്ഥാനം വേണമെന്നാണ് അണ്ണാ DMKയിൽ നിന്ന് രാജിവെച്ച MLA-മാരുടെ ആവശ്യം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുമെന്നാണ് സൂചന. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.